ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ക്യൂബാണ്, ഇത് ഷഫിൾ ചെയ്യാത്ത ക്യൂബാണ്, ഫ്രഷ് ക്യൂബാണ്. അപ്പോൾ ക്യൂബ് കിട്ടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ യെല്ലോ എടുക്കുക. യെല്ലോൻ്റെ ഓപ്പോസിറ്റ് വൈറ്റ് തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. കാരണം അത് അല്ലാത്ത ചില ക്യൂബുകളും കാണുന്നുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത. അപ്പോൾ നല്ല ഈ ഒരു സ്റ്റാൻഡേർഡ് ക്യൂബിന് മിക്കവാറും യെല്ലോൻ്റെ ഓപ്പോസിറ്റ് വൈറ്റ് ആയിരിക്കും. അത് ആ ക്യൂബിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊരു ക്യൂബ്, നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതിൻ്റെ ഈ നടുക്കിലത്തെ പീസ് മാറില്ല. അത് എപ്പോഴും വൈറ്റിന് ഓപ്പോസിറ്റ് യെല്ലോ തന്നെയായിരിക്കും, ഗ്രീനിന് ഓപ്പോസിറ്റ് ബ്ലൂ തന്നെയായിരിക്കും, ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് റെഡ് തന്നെയായിരിക്കും. ഇതൊരിക്കലും മാറില്ല. എങ്ങനെ ഷഫിൾ ചെയ്താലും ഈ പൊസിഷൻ മാറില്ല, ബാക്കി എല്ലാതും മാറും. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം സോൾവ് ചെയ്യുന്നതിന് മുൻപ് ഇത് നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്തെടുക്കാം. തിരിക്കാം, അങ്ങനെ വേണം തിരിക്കാം. നമുക്ക് നന്നായിട്ട് തിരിക്കാം. അങ്ങനെ തിരിച്ചിട്ട് തെറ്റിച്ച് നന്നായിട്ട് ഷഫിൾ ചെയ്തെടുക്കാം. മതി. അവിടെ എല്ലാം തിരിഞ്ഞു പോയി. ക്യൂബ് എവിടെയാണെന്ന് ഏതാണെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു ക്യൂബാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ സ്റ്റെപ്പുകൾ കുറച്ചൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക, നോട്ട് ചെയ്താൽ ആദ്യത്തെ 1-2 ഭാഗങ്ങളിൽ നമുക്ക് നമ്മുടെ സ്വന്തം ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാം. വേറെ ഇക്വേഷനൊന്നുമില്ല. ഏറ്റവും കുറച്ച് ഇക്വേഷനുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന അതേ മാതൃക തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. യെല്ലോ പറഞ്ഞു തരുന്നതിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. മിക്കവാറും ഒരുവിധ ആളുകളെല്ലാം ഇത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. യെല്ലോ ഫേസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളമായിരിക്കും. യെല്ലോ നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് പിടിക്കുന്നു. അതിന് ശേഷം യെല്ലോയ്ക്ക് ചുറ്റും ഒരു വൈറ്റിൻ്റെ ഫ്ലവർ വരുത്തണം. വൈറ്റിൻ്റെ പീസുകൾ ഇവിടെ എത്തണം. ഇവിടെയൊക്കെ വൈറ്റിൻ്റെ ഒരു കട്ട കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം. അപ്പോൾ നമ്മൾ അതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. എവിടെയാണോ വൈറ്റ് ഇരിക്കുന്നത് അവിടെ നിന്ന് കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് കൊണ്ടുവരാം. ഇതിങ്ങനെ ഒരു വൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഇരിപ്പുണ്ട്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വൈറ്റ് ഇരിപ്പുണ്ട്, കണ്ടോ? ഇത് സൈഡാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇവിടെ മുകളിലേക്കാണ് വരേണ്ടിരുന്നത്, പക്ഷേ സൈഡാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒന്ന് താഴത്തേക്ക് ഇടുക. ഇപ്പോൾ ഇവിടെ എത്തി. ഒന്ന് ലെഫ്റ്റ് ഇടുക, ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ പീസ് ഇവിടെ എത്തി കറക്റ്റ്. ഓറഞ്ച് ഇവിടെ ഇങ്ങനെ കട്ട തിരിഞ്ഞു പോയി. ഇനി ഇവിടെ ഒരെണ്ണം വേണം. അവിടേക്ക് എവിടെയാണെന്ന് നോക്കുക. അത് ഇവിടെ ഉണ്ട് ഒരെണ്ണം. അപ്പോൾ അതിനെ കൊണ്ടുവരാം അങ്ങോട്ട്. അതിനെ കൊണ്ടുവരാൻ ഇവിടെയാണ്, സൈഡിലാണ് ഇരിക്കുന്നത്. അവിടെയുണ്ട്, ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഇത് ഇവിടുത്തെ ഫില്ലായി പോകും. ഇവിടെ കൊണ്ടുവരണം, ഇവിടേക്ക് കൊണ്ടുവരാം. അതേ കണ്ട. അപ്പോൾ ഇത് തിരിഞ്ഞാണ് പോയത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തിരിക്കുക. ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇത് നമുക്ക് കുറച്ച് നേരം ഒരു ക്യൂബുമായിട്ട് വെച്ചിട്ട് ഒന്ന് തിരിച്ച് മുറിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യൂബിൻ്റെ മൂവ്മെൻറ്റ്, ഒരു കട്ട എങ്ങനെയാണ് പോകണമെന്ന് ചലിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പിന്നീട് സ്വന്തമായിട്ട് ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നുള്ളത്. കട്ട ഒരു പീസ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ഫ്ലവർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മുടെ പിന്നെ ചെയ്യേണ്ടത് ആ ഫ്ലവറിൻ്റെ ആ വൈറ്റിൻ്റെ ഇടത് ഭാഗത്തുള്ളത് വലത് ഭാഗത്തുള്ള പീസും അതിൻ്റെ തൊട്ട് താഴെയുള്ള പീസും കോർണർ പീസും തമ്മിൽ ചേരുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് ബ്ലൂ, ഇത് ഗ്രീൻ ചേരുന്നില്ല. ഇത് ഗ്രീൻ, ഇത് റെഡ് ചേരുന്നില്ല. ഇത് ഗ്രീൻ, ഇത് ബ്ലൂ, ഇത് ചേരുന്നില്ല. അപ്പോൾ ആദ്യം അതിനെ ചേർക്കണം, മാച്ചാക്കുന്ന രീതിയിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ചേർന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അത് കണ്ടോ, ഓറഞ്ചും ചേർന്നിരിക്കുന്നുണ്ട്.
അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ യാദൃച്ഛികമായി കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പീസിനെ ഇങ്ങനെ പിടിച്ച് നേരെ താഴ്ത്തി കൊണ്ടുവരണം. ഇത് നേരെ ഇവിടെ കൊണ്ടുവരണം. ഇങ്ങനെ പിടിക്കുക, ഒന്ന് തിരിക്കുക, ഒന്നുകൂടി തിരിക്കുക. അപ്പോൾ അത് താഴ്ത്തി. അതുപോലെ ഇതിപ്പോൾ ബ്ലൂവായിട്ട് മാച്ചാക്കിയതിന് ശേഷം വേണം കൊണ്ടുവരാൻ. അപ്പോൾ ഈ ഇതിന് മുകൾ ഭാഗം തിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ മുകൾ ഭാഗം തിരിച്ചു, താഴേക്ക് കൊണ്ടുവന്നു, താഴെത്തി. ഈ ഗ്രീനിനെ ഇവിടെ കൊണ്ടുവരിക, മാച്ചാക്കി താഴെ കൊണ്ടുവന്നു. ഈ ഗ്രീൻ ഇപ്പോൾ മാച്ചായി, അപ്പോൾ അതിന് താഴെ കൊണ്ടുവന്നു. അതിന് ശേഷം നേരെ തിരിക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റിൻ്റെ ഒരു ഫ്ലോർ കിട്ടും, ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് ഫസ്റ്റത്തെ ചെയിൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ സംശയമൊന്നും ഉണ്ടാവില്ല, ക്ലിയർ ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെയും മാച്ചായിരിക്കും, ഇവിടെയും മാച്ചായിരിക്കും, ഇവിടെയും മാച്ചായിരിക്കും, ഇവിടെയും മാച്ചായിരിക്കും. ഒരു ഫ്ലവറും ഉണ്ടാവും. ഇത്രയുണ്ടെങ്കിൽ നമുക്കിനി ഇതിൻ്റെ 4 കോർണർ പീസുകളാണ് ശരിയാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കോർണർ പീസ് ഉണ്ട്. അത് ശരിയാക്കാനായിട്ട് ഇവിടുത്തെ പീസല്ല, ഇവിടെ ഒരു പീസുണ്ട്. അപ്പോൾ ഇത് ശരിയാക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം വൈറ്റ് എവിടെയാണെന്ന് നോക്കുക. ഈ വൈറ്റ് അടിയിലത്തെ ഒരു വൈറ്റ് എടുക്കുക. ഈ വൈറ്റിൻ്റെ ലെഫ്റ്റിലെ കളർ ഏതായിട്ട് കോർണറുമായിട്ട് മാച്ച് ആവുണ്ടോ നോക്കാം. മാച്ച് ആവണില്ലെങ്കിൽ തിരിച്ച് മാച്ചാക്കുക. ഇവിടെ പച്ചയും മാച്ചായി. മാച്ച് ആയതിന് ശേഷം അതിൻ്റെ വെള്ള വരുന്ന ഭാഗം നമ്മുടെ ഫേസിലേക്ക് പിടിക്കാം. അതിന് ശേഷം ഇത് ശ്രദ്ധിച്ചെഴുതിക്കോ. ഇത് വളരെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുന്നൊരു സ്റ്റെപ്പാണ്. ഈ ക്യൂബ് സോൾവ് ചെയ്യുന്നതിൽ എപ്പോഴും ആവശ്യം വരുന്ന ഒരു സ്റ്റെപ്പാണ്. വൈറ്റ് നമ്മുടെ ഫേസിൽ നിൽക്കുക, ഇവിടേക്കാണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇതിനെ ഒന്ന് ഇങ്ങോട്ട് തിരിക്കുക, മുകളിലത്തെ ഒന്ന് താഴ്ത്തുക, ഒന്ന് തിരിക്കുക, വെക്കുക. അപ്പോൾ ആ ക്യൂബ് ഇവിടെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും വൈറ്റ് ഇവിടെ ഒരു വൈറ്റ് ഇരിപ്പുണ്ട്. ഇത് ഇവിടുത്തെ അല്ലത്. അപ്പോൾ ആദ്യം ഇവിടെ മാച്ചല്ല, ഇവിടെയും മാച്ചല്ലാത്തതുകൊണ്ട് നമ്മളതിനെ മാച്ചാക്കണം. ആദ്യം ഇവിടേക്ക് തിരിച്ചു കൊണ്ടൊന്ന് മാച്ചാക്കിയത് ഇവിടെയും മാച്ചായി. അതിന് ശേഷം വൈറ്റ് നമ്മൾ ഫേസ് ചെയ്ത് പിടിക്കുക. പിന്നെ മാച്ചായതിന് ശേഷം അത് തിരിക്കരുത്, നമ്മൾ ക്യൂബ് തിരിച്ചിട്ട് വേണം. ഇത് മാച്ചായി കഴിഞ്ഞാൽ മൊത്തം തിരിക്കണം, എന്നിട്ട് വേണം നമുക്ക് നോക്കുക. അപ്പോൾ ഇവിടെ ഈ ഘട്ടം ഇങ്ങോട്ട് കയറണം. അപ്പോൾ അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ട് തിരിക്കുക, താഴ്ത്തിക്കുക, ഇവിടെ എത്തിക്കുക, മുകളിലേക്ക് എത്തുക. അപ്പോൾ അതും ക്ലിയറായി. ഇപ്പോൾ 2 ശരി. ഇനി 2 കൂടി ശരിയാകുന്നുണ്ട്. അത് എവിടെയാണെന്ന് നോക്കുക. അത് ഇവിടെ ഉണ്ട് ഒരു ബ്ലൂ. അത് ഇങ്ങോട്ട് ഈ ബ്ലൂ ഇവിടെ ഇരിക്കേണ്ടത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇത് മാച്ചായി. ഇത് മാച്ചായി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് നോക്കുക, തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ അതും ക്ലിയറായി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് കൂടെ ശരിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് കയറ്റിയാൽ മതി. ഇങ്ങോട്ട് തിരിക്കുക, തിരിക്കുക. അപ്പോൾ അടിഭാഗം താഴത്തെ ലെയർ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. അത് കണ്ടോ, താഴത്തെ ലെയർ നല്ല കിട്ടി. ഇവിടെ ഒരു ടി ആകൃതി എന്നാണ് പറയുക. അത് കണ്ടോ, ഒരു ടി ഫുൾ ഈ പീസ് ഇല്ലെങ്കിലും ഇങ്ങനെ കിട്ടും. അത് കണ്ടോ, ഇങ്ങനെ കിട്ടും, ഒരു ടി ആകൃതിയിൽ കിട്ടും. ഇവിടെ ടി കിട്ടിയിട്ടുണ്ട്, ഇവിടെ ടി കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കണ്ട. കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സ്റ്റെപ്പിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, 2 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒന്നാമത്തെ ലെയർ ശരിയായി. ഇനി 2ാമത്തെ ലെയറാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നത്. 2ാമത്തെ ലെയർ ശരിയാക്കുമ്പോൾ മഞ്ഞയില്ലാത്ത കട്ടകൾ നോക്കുക. ഏറ്റവും ടോപ്പിൽ മഞ്ഞയില്ലാത്ത കട്ടകൾ. മഞ്ഞയില്ലാത്തത് ഏതാ? ഇവിടെ ഒരു മഞ്ഞയില്ല, ഇതിൽ മഞ്ഞയില്ല, ഇതിൽ റെഡും ബ്ലൂ ആണ്. അപ്പോൾ അതിനെ ബ്ലൂവിൻ്റെ അവിടേക്ക് കൊണ്ടുവരാം. ഇതിങ്ങനെ മാച്ചാക്കി വയ്ക്കുക. ഇത് എവിടേക്ക് വരേണ്ട കട്ടയാണ്? ഇത് കണ്ടോ, ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ കട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇതിനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ കട്ട ഇവിടുന്ന് പോവും, ഈ കട്ട ഇങ്ങോട്ട് വരും. വരാൻ വേണ്ടി ഇക്വേഷൻ നോട്ട് ചെയ്തോ. തിരിക്കുക, അപ്പോൾ ഒരു വെള്ള തെറ്റിയുണ്ടാവും. തിരിക്കുക.
അപ്പോൾ ആ ബ്ലൂ ഇവിടേക്ക് എത്തി. ഇനി നെക്സ്റ്റ് നോക്കുക, ഇതിവിടെ ഒരു കട്ടുണ്ട്, ബ്ലൂവും ഓറഞ്ചും. ഇത് ഇവിടുത്തെ അല്ല. അപ്പോൾ ഇതിനെ ബ്ലൂ ആയിട്ട് മാച്ചാക്കുക. ബ്ലൂ ആയിട്ട് മാച്ചായി. ബ്ലൂ ഓറഞ്ച് ഇവിടേക്കാണ് ലെഫ്റ്റിൽ, ഇപ്രാവശ്യം ലെഫ്റ്റിലേക്കാണ് വരേണ്ടത്. ഈ കട്ട ഇവിടേക്കാണ് വരേണ്ടത്. ലെഫ്റ്റിലേക്ക് ഈ കട്ട വരുമ്പോൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ്റെ ഓപ്പോസിറ്റ്. നേരത്തെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്രാവശ്യം ഇവിടുന്ന് ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത്. നോക്കിക്കോ, 1 2 3 4 4 തിരി. എന്നിട്ട് ഈ വെള്ള ശരിയാക്കുക. ഓരോ ചെയ്യുമ്പോഴും വൈറ്റ് പോയിൻ്റ് ഒരെണ്ണം ആ വൈറ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, തിരിക്കുക. അപ്പോൾ അത് ശരി. ഇനി ഇതിവിടെ ഒരു പച്ച മാച്ചായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓറഞ്ച് എവിടേക്ക് വരേണ്ടത്? എവിടേക്കാണ് വരേണ്ടത്? ഈ കട്ട ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇങ്ങോട്ട് വലത്തോട്ട് വരാൻ നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല, വലത്തോട്ട് മുകളിലേക്ക്, അടുത്തോട്ട് താഴേക്ക്. വൈറ്റ് ശരിയാക്കുക. ഇവിടെ വൈറ്റ് പോയത് ഇവിടെയുണ്ട്, ശരിയാക്കുക. ഇങ്ങോട്ട് എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ അത് ശരിയായി. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാവും, ഇതവിടെ പച്ചവപ്പ. ചുമപ്പനെ ശരിയാക്കാനായിട്ട് ചുമപ്പനെ തിരിച്ച് ചുമപ്പിൻ്റെ അവിടേക്ക് കൊണ്ടുവരിക. ചുമപ്പ് പച്ച ഇവിടെ വലത്തോട്ടാണ് വരേണ്ടത്. വലത്തോട്ട് വരാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമുല, വലത്തോട്ട് 1 2 3 4. വൈറ്റ് തെറ്റിയുണ്ടാവും ഒരെണ്ണം, ആ വൈറ്റിനെ ശരിയാക്കുക. 1 2 3 4. വൈറ്റ് ശരി. വൈറ്റ് ശരിയാകുമ്പോൾ ഇപ്പോൾ ആ രണ്ടാമത്തെ ലെയറും ശരിയായി കഴിഞ്ഞു. അടിഭാഗം നേരത്തെ റെഡി. ഇപ്പോൾ 2 ലെയറും കൂടി ശരിയായി. 2 ലെയർ ശരിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറാണ് ശരിയാക്കേണ്ടത്. മൂന്നാമത്തെ ലെയർ ശരിയാക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലസ് കിട്ടണം. മഞ്ഞ കൊണ്ടൊരു പ്ലസ് കിട്ടണം. മഞ്ഞ യെല്ലോ ഒരു പ്ലസ് കിട്ടണം. അതുവരെ ഞാൻ ഈ പറയുന്ന ഫോർമുല ചെയ്തുകൊണ്ടിരിക്കണം. പ്ലസ് കിട്ടണം. ചിലപ്പോൾ 4 പ്രാവശ്യം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 3 പ്രാവശ്യം, ചിലപ്പോൾ 2, ചിലപ്പോൾ 1. ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു മൈനസ് വന്നതുകൊണ്ട് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ മിക്കവാറും ശരിയാവും. ചില സമയത്ത് നിങ്ങൾക്ക് 4 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. മൈനസ് കിട്ടിയാൽ അതിങ്ങനെ വലത്തോട്ട് പിടിക്കുക. ശരിയാവുന്നത് വരെ ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പ്ലസ് കിട്ടുന്നത് വരെ ഇതേ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റെപ്പ് ഇതാണ്. വൈറ്റ് അടിയിൽ പിടിക്കുക. 1 2 3 4 5 6. അപ്പോൾ നമുക്കൊരു പ്ലസ് കിട്ടി. നിങ്ങൾക്ക് പ്ലസ് കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോ ഈ ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഈ പ്ലസ് കിട്ടുന്നത് വരെ ഈ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും 2 ഭാഗം ഇങ്ങനെ മാച്ചായി വരും. 4 ഭാഗം മാച്ച് ആവേണ്ടതാണ്, പക്ഷെ 4 ഭാഗം മാച്ച് ആവില്ല. 2 ഭാഗമെങ്കിലും മാച്ചായിട്ട് കിട്ടും നമുക്ക്. ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 2 ഭാഗം കിട്ടിയാൽ നമ്മളെ സംബന്ധിച്ച് ഇനി ഇതും ശരിയാക്കണം. ഇതും ശരിയാക്കാനായിട്ട് ചിലപ്പോൾ 4 ഭാഗം ഒരുമിച്ച് കിട്ടും. അപ്പോൾ പിന്നെ ഈ സ്റ്റെപ്പ് ചെയ്യണ്ട. ഈ കിട്ടാത്തവർ, ഈ 4 ഭാഗം മാച്ചായി കിട്ടാത്തവർ മാത്രം ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. കിട്ടിയവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഈ 2 സ്റ്റെപ്പ്, ഈ 2 എണ്ണം മാത്രം മാച്ചായവർ മാത്രം ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഇത് മാച്ചായവർ, ഇത് രണ്ടും മാച്ചാവാത്തവർ നേരെ മാച്ചായ ഒരു ഭാഗം പുറകിലേക്ക് പിടിക്കുക, ഒരു ഭാഗം റൈറ്റിൽ വരിക, ഒരു ഭാഗം പുറകിൽ, ഒരു ഭാഗം റൈറ്റിൽ. എന്നിട്ട് വൈറ്റ് എപ്പോഴും അടിയിൽ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാനത് പ്രത്യേകം പറയുന്നു. വൈറ്റ് എപ്പോഴും അടിയിൽ, മാച്ചായ ഒരു ഭാഗം റൈറ്റിൽ, ഒരു ഭാഗം ബാക്കിൽ. അങ്ങനെ പിടിച്ചതിന് ശേഷം ഈ പറയുന്ന സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ ഈ 4 ഈ പീസും ശരിയായി കിട്ടും. ഇതും ശരിയായി കിട്ടും. സ്റ്റെപ്പ് ഇതാണ്. എഴുതേണ്ടവർ എഴുതി വയ്ക്കാം. റൈറ്റ് പൊക്കുക, ടോപ്പ് ലെഫ്റ്റിലേക്ക് ഇടുക, റൈറ്റ് താഴ്ത്തുക, ടോപ്പ് ഒന്നുകൂടി തിരിക്കുക, റൈറ്റ് പൊക്കുക,
ടോപ്പ് തിരിക്കുക, ടോപ്പ് തിരിക്കുക. അപ്പോൾ ഒരു വൈറ്റ് വരും. നേരെ താഴത്തേക്ക് തിരിക്കുക, എന്നിട്ട് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ടാവും. ഇത് ഇപ്പോൾ 4 ഭാഗം കറക്റ്റായി കിട്ടി. 4ൻ്റെയും മാച്ചിങ്ങിൽ കിട്ടി. 4ൻ്റെ മാച്ചിങ്ങിൽ കിട്ടിയാൽ നമുക്ക് ഇനി ലാസ്റ്റത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ റൈറ്റ് കോർണർ ശരിയായതുണ്ടോ നോക്കുക. എന്താ ഈ കോർണറിൽ ഇവിടെ ഇപ്പോൾ ഈ കോർണർ കറക്റ്റാണ്. ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ പച്ചയുണ്ട്. ഇത് പച്ച ഇവിടുത്തെയാണ്, ഓറഞ്ച് ഇവിടുത്തെയാണ്, മഞ്ഞ ഇവിടുത്തെയാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഈ പീസ് കറക്റ്റല്ല. കണ്ടോ, ഇത് വേറെ എവിടെ ഇരിക്കേണ്ട പീസാണ്. ബ്ലൂ, റെഡ് ഓക്കെ, യെല്ലോ ഓക്കെ, പക്ഷേ ബ്ലൂ ഓക്കെ അല്ല. ബ്ലൂ ഇവിടുത്തെ അല്ല, ബ്ലൂ ഇവിടുത്തെയാണ്. അപ്പോൾ ഈ പീസ് ഇവിടെ വരേണ്ട പീസാണ്. ഈ പീസ് ഇവിടുത്തെ അല്ല, ഇത് ഇങ്ങോട്ട് പോകേണ്ട പീസാണ്. അപ്പോൾ ഒരെണ്ണം ശരിയുള്ളൂ, ഒരെണ്ണം ശരിയാണ്, ബാക്കി 3 തെറ്റാണ്. ഇനി അഥവാ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഈ ഒരെണ്ണവും ശരിയല്ല, 4 തെറ്റാണെന്ന് വിചാരിക്കുക. 4 തെറ്റാണെങ്കിലും ഏകദേശം കറക്റ്റായി ഒരു പീസ് കാണും, അത് എന്തായാലും കാണും. അതായത് അതേ കോർണറിൽ തന്നെ വരേണ്ട പീസ് തിരിഞ്ഞിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഓറഞ്ച് ഇവിടെയും, ഈ പച്ച ഇവിടെയും, മഞ്ഞ ഇവിടെയും, അല്ലെങ്കിൽ മഞ്ഞ ഇവിടെയും, ഓറഞ്ച് ഇവിടെയും, ഇങ്ങനെ ഈ പീസ്, ഈ ഒരു പീസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിരിക്കുന്നുണ്ടാവും. പക്ഷേ സ്ഥലം തന്നെയായിരിക്കും. ഈ 3 പീസിനെ സംബന്ധിച്ച് ഈ 3ഉം ഇതിൻ്റെ സ്ഥലം ഇതല്ല, തെറ്റിയാണ് ഇരിക്കുന്നത്, സ്ഥലവും ഇതല്ല. ഇതിനെ സംബന്ധിച്ച് സ്ഥലം ഇത് തന്നെയാണ്, ശരിയാണ്. ശരിയല്ലെങ്കിൽ കൂടി ആ കട്ടയുടെ പ്ലേസിൽ ആ കട്ട ഉണ്ടായാൽ മതി. തിരിഞ്ഞിരുന്നാലും കുഴപ്പമില്ല. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തിരിഞ്ഞിരുന്നാലും കുഴപ്പമില്ല. അത്തരം ഏറ്റവും മാച്ചായ കട്ട, ഏറ്റവും കൂടുതൽ ശരിയായ കട്ട, 4 ഭാഗം ക്ലിയറായ കട്ടയാലും കുഴപ്പമില്ല, അതേ പൊസിഷനിൽ വരേണ്ട കട്ടയാലും കുഴപ്പമില്ല. ആ കട്ടേനെ മാത്രം വലത്തോട്ട് പിടിക്കുക, വലത്തെ മൂലയ്ക്ക് വരുന്ന രീതിയിൽ പിടിക്കുക. വെജിറ്റബിൾ അടിയിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ ഇങ്ങനെ പിടിക്കുക. അതിന് ശേഷം ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് ഇത് ശരിയാകുന്നത് വരെ, അതായത് 4 മൂലയ്ക്കും വരേണ്ട കട്ട വരുന്നത് വരെ, ശരിയാവണമെന്ന് പറയുന്നില്ല, വരേണ്ട കട്ട വരുന്നത് വരെ ഈ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ടോപ്പ് ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് പൊക്കുക, ടോപ്പ് റൈറ്റ് എടുക്കുക, ലെഫ്റ്റ് പൊക്കുക, ടോപ്പ് ലെഫ്റ്റ് എടുക്കുക, താത്ത, റൈറ്റ് താഴ്ത്ത. ഇപ്പം എന്തായാലും നോക്കാം. അപ്പോൾ ഇത് നേരത്തെ പോലെ അവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്, ഇത് തെറ്റ്, ഇത് തെറ്റ്, ഇത് തെറ്റ്. വീണ്ടും ചെയ്യുക, അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യുക. പൊസിഷൻ മാറരുത്, പച്ചവിടെ തന്നെ. ടോപ്പ് ലെഫ്റ്റ് എടുക്കുക, റൈറ്റ് പൊക്കുക, ടോപ്പ് റൈറ്റ്, ഇത് പൊക്കുക, ഇത് തത്ത, ഇത് പൊക്കുക, ഇത് പൊക്കുക, തിരിക്കുക. ഇപ്പോൾ 2 എണ്ണം ശരിയായി. നമ്മളിത് ശരിയാവുന്നത് വരെ ചെയ്യുക. ഇപ്പോൾ 2 എണ്ണം ശരിയായി, 2 എണ്ണം ശരിയായി. ഈ കട്ട ഇപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇവിടുത്തെ തന്നെ കട്ടയാണ്. അത് കണ്ട, റെഡ് ഇവിടെ വരേണ്ടതാണ്, ബ്ലൂ ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ തന്നെയാണ്, തിരിഞ്ഞാണ് ഇരിക്കണമെന്നുള്ളൂ, കുഴപ്പമില്ല. ഇത് ഇവിടുത്തെ തന്നെ കട്ടയാണ്. ബ്ലൂ ഇപ്പുറത്ത് വരണം, റെഡ് ഇപ്പുറത്ത് വരണം, പക്ഷേ ഇവിടുത്തെ തന്നെ കട്ടയാണ്. ഈ 2 എണ്ണം ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിക്കാൻ നിൽക്കണ്ട, അതാത് സൈഡിൽ അതാത് സ്ഥലത്ത് ഇരിക്കേണ്ട കട്ട വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് നിർത്താം, ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഇങ്ങനെ വന്നാൽ ഈ കോർണർ പീസ് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ട കാര്യം കൂടിയേ നമുക്കുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് ഇനി വൈറ്റ് എപ്പോഴും അടിയിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ 2 എണ്ണം ശരിയാവുന്നത് വരെ ഈ പൊസിഷൻ മാറരുത്. ഈ രണ്ട് കട്ട ശരിയാവുന്നത് വരെ പൊസിഷൻ നമ്മൾ ഇത് തന്നെ പിടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് അടിയിൽ ഓറഞ്ച് ഫേസ് ചെയ്തിട്ടാണ് പിടിക്കാൻ പോകുന്നത്. തെറ്റരുത്. സ്റ്റെപ്പ് എഴുതേണ്ടവർക്ക് എഴുതാം. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഈ കോർണർ പീസ് ശരിയാവുന്നത് വരെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. താഴ്ത്ത, ഇടത്തോട്ട് തിരിക്കുക, മുകളിലേക്ക് തിരിക്കുക, വലത്തോട്ട് തിരിക്കുക, താഴ്ത്ത, ഇടത്തോട്ട്, മുകളിലേക്ക്, വലത്തോട്ട്, താഴ്ത്ത, ഇടത്തോട്ട്, വലത്തോട്ട്,
താഴ്ക്കുക, താഴെ ലെഫ്റ്റ് റൈറ്റ്, താഴ്ത്ത ലെഫ്റ്റ് താഴെ തൊട്ട് കറക്റ്റ്. ഇവിടെ എത്തിക്കഴിഞ്ഞു. പക്ഷേ അത് അവിടെ വെച്ച് നിർത്തരുത്. ഇത് വലത്തോട്ടാക്കിയാലേ ഈ സ്റ്റെപ്പ് കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പീസ് കറക്റ്റായി. ഇനി ഈ മൂല കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ മൂല തിരിക്കരുത്. നമ്മുടെ ആ ഓറഞ്ച് ഫേസ് ചെയ്ത ഭാഗം അങ്ങനെ തന്നെ പിടിക്കുക. ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരാം, കറക്കി കൊണ്ടുവരാം. അതേ സ്റ്റെപ്പ് വീണ്ടും ചെയ്യാം, ശരിയാവുന്ന വരെ ചെയ്യാം. ലെഫ്റ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് അപ്പ്. ഇനി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പം 4 കോർണർ ശരിയായി. 4 കോർണർ ശരിയായാൽ നമ്മുടെ റൂബിക്സ് ക്യൂബ് ശരിയായി എന്നർത്ഥം. ഇനി ഇതാ ആ മുകളിലത്തെ ടോപ്പുകൾ എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ പച്ച ഇവിടേക്ക് കൊണ്ടുവരിക, ഈ പച്ചനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ക്യൂബ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള മെത്തേഡ്. ഇതും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക.